ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിയാക്ഷൻ വീഡിയോസ് എന്ന് മാറിക്കൊണ്ട് ആദ്യമായിട്ടൊരു ഇൻകം കിട്ടിയ സമയത്ത് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത സമയത്താണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഇത്രയധികം ആൾക്കാർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും അതെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു എന്നൊക്കെയുള്ള ഓരോരുത്തരുടെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഒരുപാട് ആൾക്കാർക്ക് എന്നെപ്പോലെ തന്നെ ഒന്നും അറിയാതെ നിൽക്കുന്നവരുണ്ടെന്ന് മനസ്സിലായത്. അപ്പം എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വലിയ വളർച്ചയല്ലെങ്കിലും ഇതെന്നെ സംബന്ധിച്ച് വലിയൊരു വളർച്ച തന്നെയാണ്. കാരണം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അതിൽ 1-ാം മാസത്തിൽ തന്നെ മോണിറ്റൈസേഷൻ ആവുക, അതിൽ 4-ാമത്തെ മാസം ആവുന്ന സമയത്ത് തന്നെ അതിലൊരു ഇൻകം കിട്ടുക എന്ന് പറയുന്നതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ഈ പറയുന്ന ലക്ഷങ്ങളോ കോടിക്കണക്കിനോ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന പൈസ കിട്ടുന്നത് പോലെ തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് വന്നിട്ട് ഇതിനകത്ത് പറയുന്നത് കണ്ടു, ഞാൻ 4 വർഷമായി 5 വർഷമായിട്ട് ഇങ്ങനെ യൂട്യൂബ് ഇതൊക്കെയാണ്, ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. ഇനി കുറേയധികം ആൾക്കാർ പറയുന്നു സബ്സ്ക്രൈബേഴ്സ് ആയി പക്ഷെ വാച്ച് അവർ ആവാൻ എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല, 3 വർഷമായി എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നുകൊണ്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓരോരുത്തർ ചോദിക്കുന്നത് വെച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പഠിക്കാൻ പോകുന്ന ഒരാളും കൂടി. അപ്പം എനിക്ക് വന്നിട്ട് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പലതും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണോ എനിക്കറിയാം ഈ പറയുന്ന ഒരു മാസത്തിൽ ഇത്രയും രൂപ കിട്ടുന്ന സമയത്ത് അത് എനിക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു, എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു പോകും, ഇതുപോലുള്ള ആഗ്രഹത്തോടെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രോത്ത് യൂട്യൂബ് വഴി ഉണ്ടാവുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാവുകയും ചെയ്താൽ എനിക്ക് അതിൽ പരം വലിയതായിട്ടൊരു സംഭവമില്ല. കാരണം അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്നത് വെച്ച്. ഇന്ന് ഞാൻ ഇടാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ളത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, വ്യൂസ് കൂട്ടുക അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷോർട്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഷോർട്സ് ഇടാൻ കൂടുതലായിട്ട് ഷോർട്സ് ഇടാൻ നോക്കുക. ഇനി വ്യൂസ് കൂടുന്നത് ഒരു ദിവസത്തിൽ തന്നെ ആദ്യമായിട്ട് തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത്, 5-6 ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ടൊന്നും ഒരു കുഴപ്പം വരുന്നില്ല. അപ്പം നിങ്ങൾ പല ടൈമായിട്ട് ഷോർട്സ് ഇടുക. അങ്ങനെ ഷോർട്സ് ഇടുന്ന ടൈമിൽ ഒരു ദിവസത്തിലാണ് ഇടുന്നതിൽ ഏതെങ്കിലും ഒരു ഷോർട്സിന് വ്യൂസ് കൂടുതൽ കാണും. ആ ഒരു ടൈം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. എന്നിട്ട് റിപ്പീറ്റ് ആയിട്ട് ആ ടൈമിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ഷോർട്സുകൾ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 1 മാസം 1.5 മാസമൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അത് ഓക്കെ ആയി തുടങ്ങും. ഇനി കുറേ അധികം ആൾക്കാർ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ, പിന്നെ ആൾക്കാർക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക. അങ്ങനത്തുള്ള വീഡിയോസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. പിന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വാരി വലിച്ച് വലിയ സംഭവമായിട്ട് കൊടുക്കാതെ ഷോർട്സിനൊക്കെ ആകുമ്പോൾ കുഞ്ഞു ഒറ്റ വാക്കിലൊക്കെ ഈ പൊട്ടന അല്ലെങ്കിൽ ചട്ടമ്പി അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളില്ല, ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഇതുപോലല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കണ്ടാൽ തുറക്കാൻ തോന്നുന്ന തരത്തിലുള്ള ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ വീഡിയോ ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുറേ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും വാച്ച് അവർ ആവാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരില്ല, അതായത് വ്യൂസ് കിട്ടുന്നില്ല വലിയ വീഡിയോസിന്. ഞാൻ പറഞ്ഞു ഷോർട്സ് ഇടുന്നതിനോടൊപ്പം തന്നെ വലിയ വീഡിയോ ഇടുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ വലിയ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ മാർഗ്ഗമാണ്. ഞാൻ പറഞ്ഞു ഷോർട്സ് ഞാൻ കൂടുതലായിട്ട് ഇട്ട സമയത്ത് എൻ്റെ ഷോർട്സ് കൂടുതൽ, അതായത് ഞാൻ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ആൾക്കാർ കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് അതിനകത്ത് റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് ഞാൻ ഈ പറയുന്ന വലിയ വീഡിയോസ് പിൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് വലിയ വീഡിയോസിന് കൊച്ചു വീഡിയോസ്, അതായത് ഷോർട്സ് കയറി പോകുന്ന സമയത്ത് അതിനനുസരിച്ച് കുറച്ചെങ്കിലും രീതിക്ക് ഒരു 1000, 2000, 3000, 4000 ഈ പറയുന്ന വ്യൂസെങ്കിലും വലിയ വീഡിയോസിനത് വരാൻ ഒരു പകുതിയിലധികം എന്നെ സഹായിച്ചത് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇനി നിങ്ങൾക്ക് അറിയാത്ത കുറേ അമ്മമാർ അച്ഛന്മാർ. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് പോലും ഒരു അമ്മ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, മോളെ കുറച്ച് സ്പീഡ് കുറച്ചിട്ട് കുറച്ചുകൂടി ഇതായിട്ടൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ, എനിക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി, അങ്ങനെ എന്തോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതെങ്ങനെയാണെന്നാണ് ഞാൻ എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമുക്കറിയാവുന്ന കാര്യമാണ് ഷോർട്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഷോർട്ടിൽ ഞെക്കുക. അതിന് ശേഷം നമ്മുടെ വീഡിയോസ് വന്ന് കിടക്കുമല്ലോ ഷോർട്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടതുകൊണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യം ഡൺ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമുണ്ട്, കുറച്ച് ടൈമൊന്നും എടുക്കും. എന്നിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഷോർട്സ് കുറച്ച് വല്ലെങ്കിലും പെട്ടെന്ന് എത്തും. അപ്പോൾ അതിനകത്ത് ഈ ഒരു വലിയ വീഡിയോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് അടിച്ച് വരുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ ആയി വരും. പിന്നെ നമ്മൾ ക്യാപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ്. അതിനകത്ത് തന്നെ നമുക്കറിയാവുന്നവരാണ് നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യമേ നമ്മുടെ ഒരു ഫേസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഒരു ഭാഗമായിരിക്കും ആദ്യമേ വീഡിയോയിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത്. അതേതാണെന്ന് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ആദ്യമേ എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിനകത്ത് ചിലതൊക്കെ വന്ന് കിടക്കുന്ന വാ തുറന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായതൊക്കെ മാറ്റാൻ പറ്റുമെന്ന്. അത് അറിയാവുന്നവരായിരിക്കും എല്ലാവരും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചെയ്യേണ്ടുള്ള
കാര്യം എന്ന് പറയുന്നത് ക്യാപ്ഷൻ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട. വലിച്ചു വരി ഭയങ്കരമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ളത് കൊടുക്കാതിരിക്കുക. പരമാവധി കുറച്ചുള്ള ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ എന്ത് വിഷയമാണോ ചെയ്യുന്നത് അതിനെ ചുരുക്കി ചെയ്യുക. ഞാനൊരു ഫിലിം ഡയലോഗ് ആയതുകൊണ്ട് അതിനകത്ത് പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് പ്രസവിച്ചിട്ട് എന്തായെന്നൊരു സംഭവം കൊടുത്തു. ഇനി നമ്മൾ #ടാഗ് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മളിങ്ങനെ #ടാഗ് കൊടുക്കുന്ന സമയത്ത് കണ്ട തൊട്ട് താഴെയായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് കുറേയധികം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് മൊത്തം വരുന്നത് കണ്ടില്ലേ. അപ്പം നമ്മൾ എന്താണ് അവിടെ അടിച്ചു കൊടുത്തത് അത് താഴെ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അത് അവിടെ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ചിലപ്പോൾ നമ്മുടെ വീഡിയോ വൈറലാവാൻ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, ഇത് ഫിലിം ഡയലോഗ് ആണെങ്കിൽ ഞാൻ അതും കൂടെ കൊടുത്തു. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് താഴെ കറിയല്ല പബ്ലിക്കാണ്. ലൊക്കേഷൻ വേണ്ടുള്ളവർ ചെയ്യാറുണ്ട്. പിന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി റിലേറ്റഡ് വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വലിയ വീഡിയോസ് ചെയ്തിട്ടിരിക്കുന്ന മൊത്തം ഇങ്ങനെ വരും. അതിലേതെങ്കിലും ഒരെണ്ണം എനിക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്യും. എന്നിട്ട് ഓൾട്ടായിട്ട് കണ്ടിട്ട് AI അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ഇല്ലെന്നുള്ളത് അത് കറക്റ്റായിട്ട് കൊടുക്കണം. നോ ആയിരിക്കണം കൊടുക്കുന്നത്. പിന്നെ അപ്ലോഡ്